കൂടംകുളത്ത് നടക്കുന്ന ആണവ വിരുദ്ധ സമരത്തോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ഈ സമരം വാസ്തവത്തിൽ മരണത്തിനെതിരെ ജീവിതത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം പല അർത്ഥങ്ങളിലും അവിടെ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ആണവോർജ പദ്ധതി നിയമവിരുദ്ധമാണ്, ജനവിരുദ്ധവുമാണ്. അത് ആണവ നിയന്ത്രണ ബോർഡിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി 30 കിലോമീറ്റർ റേഡിയസിൽ 1 ദശലക്ഷം ജനങ്ങളുള്ള ഒരു പ്രദേശത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് നിയമപരമായി തന്നെ തെറ്റാണ്. രണ്ടാമത്, ഒരു സ്ഥലത്തെ ജനങ്ങളുടെ ആവശ്യത്തെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരുടെ സമ്മതം കൂടാതെ അവരുടെ മുകളിൽ അവരുടെ ജീവിതത്തെ തന്നെ അപകടപ്പെടുത്താവുന്ന ഒരു പദ്ധതി കൊണ്ടുവരിക എന്നത് ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകൾക്കും എതിരാണ് എന്നും ഞാൻ കരുതുന്നു. ഇന്ന് ന്യൂക്ലിയർ എനർജി കൂടുതലായിട്ട് നിരുത്സാഹപ്പെടുത്തപ്പെടുന്നൊരു കാലമാണ്. ഫ്രാൻസിൽ പോലും ഏറ്റവും അധികം ആണവോർജ്ജം ഉപയോഗിക്കുന്ന ഫ്രാൻസിൽ പോലും ക്രമേണ അവർ അറ്റോമിക് പ്ലാന്റുകൾ നിർത്തലാക്കുകയും ഡീകമ്മീഷൻ ചെയ്യുകയുമാണ്. അപ്പോൾ അത്തരത്തിലൊരു സന്ദർഭത്തിൽ ലോകത്ത് നടപ്പിലാവുന്ന പുതിയ സമ്പ്രദായങ്ങളെയും പ്രതിരോധ സമരങ്ങളെയും ഒന്നും തന്നെ കണക്കിലെടുക്കാതെ ഈ തരത്തിൽ നിർബന്ധപൂർവം ഒരു അറ്റോമിക് പ്ലാന്റ് കൂടംകുളത്ത് സ്ഥാപിക്കുക എന്നത് അത് ജനവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇന്നത്തെ പുതിയ പരിസര ബോധം നമുക്ക് നൽകുന്ന പാഠങ്ങൾക്കെല്ലാം തന്നെ വിരുദ്ധമാണ്. വിശേഷിച്ചും ചെർണോബിലിനും ഫുകുഷിമയ്ക്കുമൊക്കെ ശേഷം ഈ തരത്തിൽ തൊട്ട് അടുത്ത് തന്നെ ഒരു ബോംബ് പോലെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറ്റോമിക് റിയാക്ടർ ഉണ്ടാവുക എന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഭീതിതമാണ്. അവരുടെ മനോനിലയെ തന്നെ, അവരുടെയും അവിടുത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെയും മുഴുവൻ തന്നെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ് അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം ന്യൂക്ലിയർ വേസ്റ്റ് എത്രമാത്രം അപകടകരമാണ് എന്ന്. കൽപ്പാക്കം പോലുള്ള സ്ഥലങ്ങളിലെ ന്യൂക്ലിയർ പ്ലാന്റ് അടച്ചുപൂട്ടി കഴിഞ്ഞിട്ടും അതിൻ്റെ വേസ്റ്റ് സൂക്ഷിക്കുന്നതിന് വേണ്ടി, അത് പുറത്തു വരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ അനേകം കോടി രൂപ ചെലവാക്കുകയും എന്നിട്ടും ജനങ്ങൾ അപകടത്തിൻ്റെ ഭീതിയിൽ കഴിയുകയും ചെയ്യുന്നു. ഇവിടെ 20-30 വർഷത്തേക്കാണ് ലോകത്ത് ആകെയുള്ള യുറേനിയം നീണ്ടു നിൽക്കുക എന്ന് പറയുന്നു. അത്തരത്തിലൊരു സന്ദർഭത്തിൽ അനേകം വർഷങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്ന ഈ പ്ലാന്റ് ഒരു തരത്തിലും അവിടെ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ല എന്ന് മാത്രമല്ല, ഒരു വലിയ ചിലവുമാണ്. 14,000 കോടിയിലേറെ ചിലവ് വരുന്ന ഒരു വൻ പദ്ധതി എന്ന നിലയ്ക്ക് അത് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അപഗ്രഥനത്തിൽ പോലും തികച്ചും നഷ്ടത്തിൽ ഉള്ള ഒരു പദ്ധതിയായിട്ടാണ് നാം കാണുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾക്കല്ല, ദൂരെ ഇരിക്കുന്ന ഏതോ സ്വകാര്യ താല്പര്യങ്ങൾക്കാണ് എന്നതും വ്യക്തമാണ്. കാരണം ഇത് മൂലധനത്തിൻ്റെ അത്യാർത്തിയുടെ ഫലമായി ആവശ്യത്തിലേറെ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി, വിപണിയുടെ വികാസത്തിന് വേണ്ടി ഒക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഊർജം ഇന്നത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കപ്പെടുക എന്ന് അറിയാൻ പ്രത്യേകിച്ച് ഉൾക്കാഴ്ചയോ സാമ്പത്തിക വിജ്ഞാനമോ ഒന്നും തന്നെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന സമരത്തെ എല്ലാ അർത്ഥത്തിലും, അത് പരിസ്ഥിതിയുടെ കാഴ്ചപ്പാടിലായാലും ശരി, ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടിലായാലും ശരി, നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലായാലും ശരി, പൊതുവായ ധാർമ്മികതയുടെ കാഴ്ചപ്പാടിലായാലും ശരി, പൂർണ്ണമായും ഞാൻ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സമരത്തിന് എല്ലാ തരത്തിലുള്ള നൈതിക പിന്തുണയും ഞാൻ നൽകുന്നു.